ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയാണ്. അടിസ്ഥാന പാഠാവലിയിലെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് കനിവായ് നിലാവായ് എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നുള്ള പാഠത്തിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ പാഠം പരുക്കേറ്റ കുട്ടി. ഇതൊരു കവിതയാണ് കേട്ടോ, കവിതയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് മുഴുവൻ സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മൾ ഉള്ളടക്കം എന്ന് പറയുന്നത് യൂണിറ്റിൻ്റെ ഉള്ളടക്കം സ്നേഹമാണ്. ആ സ്നേഹം റിലേറ്റ് ചെയ്തൊരു കഥയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതുപോലെ തന്നെ സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മുടെ കവിത ഒരു തവണ വായിച്ചു നോക്കാം കേട്ടോ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാഠത്തിൻ്റെ പേരാണ് പരുക്കേറ്റ കുട്ടി കേട്ടോ, പരുക്കേറ്റ കുട്ടി. അപ്പം ആദ്യം തന്നെ നമുക്കിതൊന്ന് വായിക്കാം കേട്ടോ. അരികത്തമ്പോട് വരുന്നുണ്ടമ്മേ ഞാൻ, കരയായി കോമാനെ കരൾവാടി, പുരുകവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി, കരയായി കോമാനെ വരുന്നു ഞാൻ, പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റു നിൻ, കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ, തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകൾ ചതഞ്ഞിതേ, മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്ന് അയ്യോ മുറിച്ചിതേ പൊന്നി നിറുകയും, മുറിയിൽ കട്ടിൽമേൽ കയറിച്ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളും നീ, കരുതണ്ടേ തല്ലുമിതിനായി ഞാനെന്നു കരയണ്ടേ നോവും അകന്നുപോം, അറിയാൻ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി, ഉരച്ചി വണ്ണി ക്ഷമതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടൻ അമ്മ, സ്ഫുടിച്ചു പുഷ്പത്തെയാളിപ്പോലെ കുട്ടിച്ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. ആരുടെ കവിതയായത്? കുമാരനാശാന്റെ പുഷ്പവാടിയിൽ നിന്നും എടുത്ത ഒരു ചെറിയൊരു ഭാഗമാണ് അല്ലേ നമുക്കിവിടെ പഠിക്കാനുള്ള കവിതയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കവിത 1-2 തവണ വായിച്ചു നോക്കുക. എന്ന് നമുക്ക് കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം കേട്ടോ. കുമാരനാശാന്റെ പരുക്കേറ്റ കുട്ടി എന്ന കവിത എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു അമ്മയും കുട്ടിയുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് കേട്ടോ. ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഹൃദയസ്പർശിയായ ചിത്രമാണ്. കളിക്കിതയിൽ വീണ് പരിക്കേറ്റ കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന അമ്മയുടെ വാത്സല്യമാണ് കവിതയുടെ കാതൽ. എന്ന് വെച്ചാൽ കവിതയുടെ ഉള്ളടക്കം. കുട്ടിയുടെ വേദന കൊണ്ട് അമ്മയുടെ ഹൃദയം വേദനിക്കുന്നു അല്ലെ. ഏതോ ഒരു അമ്മയ്ക്കും അല്ലെ അങ്ങനെ തന്നെയല്ലേ. നിങ്ങളായിരിക്കും വീഴുന്നുണ്ടാവുക, നിങ്ങൾക്കായിരിക്കും മുറിവ് പറ്റുന്നുണ്ടാവുക, പക്ഷെ അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേദനയും സങ്കടവും, അല്ലെങ്കിൽ അമ്മയ്ക്ക് അച്ഛന് അല്ലേ. ഇവിടെ നമ്മൾ അമ്മയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേദനയും ആ ഒരു സങ്കടമൊക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത്. കുട്ടി വീണ് പരിക്കേറ്റപ്പോൾ ആ വേദന ആർക്കാണ്? അമ്മയുടെ ഹൃദയത്തിലാണ് അല്ലേ. അവൾ കുട്ടിയെ ശാന്തനാക്കാൻ ശ്രമിക്കുകയും പരുക്കുകൾ ഒരു കളിയുടെ ഭാഗമാണെന്നും അത് അഭിമാനിക്കാനുള്ള കാരണമാണെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യും. കവിതയുടെ അവസാന ഭാഗത്തിൽ അമ്മ കുട്ടിയുടെ മുറിവുകളിൽ ചുംബിക്കുമ്പോൾ കുട്ടി പുഞ്ചിരിക്കുന്നതായി വർണ്ണിക്കുന്നു. ഇത് അമ്മയുടെ സ്നേഹത്തിന് മുറിവുകളെ ഉണക്കാനുള്ള ശക്തിയുണ്ടെന്ന് കാണിക്കുന്നു. കാർ നീങ്ങും ശശി പോലെ എന്ന ഉപമയിലൂടെ കുട്ടിയുടെ മുഖത്തെ പുഞ്ചിരിയെ വർണ്ണിക്കുന്നത് കവിതയിൽ കൂടുതൽ സൗന്ദര്യം നൽകുന്നു. കാർ എന്ന് വെച്ചാൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു മൂടൽ എന്ത് ചെയ്യണം, അവിടെ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുന്നു, പുഞ്ചിരി വിടരുകയാണ് അല്ലെ. കുട്ടിയുടെ ആ ഒരു വേദന മറന്ന് കുട്ടി പുഞ്ചിരിക്കുകയാണ്. വാത്സല്യത്തിന്റെ ആഴവും സ്നേഹത്തിന്റെ ശക്തിയും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഈ കവിത ഏതൊരു വായനക്കാരുടെയും മനസ്സിൽ മാതൃസ്നേഹത്തിന്റെ മധുരം നിറയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആശയത്തിന്റെ മാത്രമാണ് ഈ ക്ലാസ്. ഈ ചാപ്റ്ററിന്റെ ചോദ്യോത്തരങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.